ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്ന് ഹെയർ കട്ട് വ്ളോഗാണ് ചെയ്യാൻ പോണേ. ചേട്ടാ ചേട്ടനാണ് മുടി കെട്ടണത്. എത്ര വെട്ടികളെ ഒത്തിരി വെട്ടല്ലേ. അത് എന്റെ മുടി ആദ്യം ഈരിട്ട് എന്താകും അറിയില്ല കേട്ടോ. അത് ഈരിട്ട് എല്ലാരും പറയും കൊറേ പ്രാവശ്യം പറയണത് ചെടിയൊക്കെ കളയും. തിരിഞ്ഞൊക്കെ മുടി ഓക്കെ. ജഡയുണ്ട് കുറച്ച്. വെട്ടണ ശരിക്കും ഇത്ര ഈ തുമ്പല വെട്ടോളാം. കുറച്ച് വെട്ടിയാ മതി. ഞങ്ങളങ്ങനെ വെട്ടാറൊന്നും ഇല്ലാട്ടെ, തുമ്പ് മാത്രം ഇത്തിരി വെട്ടാറുള്ളൂ. ഓ അത് ഞാൻ വെട്ടിട്ടുണ്ട്. ഈശ്വര, എല്ലാരും കൂടെ എന്റെ മുടി പിടിച്ച് വലിക്കും. അമ്മൂമ്മ ഇങ്ങോട്ട് വായോ. എത്ര വെട്ടണം? ഓക്കെ. ആദ്യം ഒട്ടും വെട്ടണ്ട. തുമ്പ് വെട്ടിയിട്ടില്ല. 6 മാസം മുന്നേ വെട്ടിയിട്ടുള്ളത് ഞാൻ. 6 മാസം കൂടുമ്പോൾ ഞാൻ എൻ്റെ മുടി എടുത്തുമ്പോൾ ഒരു സെന്റിമീറ്റർ ഒക്കെ വെച്ച് വെട്ടാറുണ്ട്. വളരണില്ല ഇപ്പത്. ഞാൻ ഉള്ളൊക്കെ പോയി. കണ്ണു പറ്റിയേക്കണതാ. എന്താരൊക്കെ കളയണോ അമ്മൂമ്മ നോക്കി. അമ്മ നോക്കി അമ്മൂമ്മ. പേരായിട്ട് വയ്യ. ഈ ചേട്ടാ ആദ്യമായിട്ട് ഞാൻ ചേട്ടനോട് വെട്ടിക്കാറില്ല കേട്ടോ. എല്ലാരും ചേട്ടനെ കൊണ്ട് വെട്ടിക്കാൻ ചേട്ടനെ കൊണ്ട് വെട്ടിക്കാൻ പറയാണ് കമന്റില്. അപ്പൊ അതുകൊണ്ട് ഞാൻ പരീക്ഷണം നടത്തി നോക്കിയതാണ്. പറഞ്ഞു കൊടുക്കണ്ട അമ്മൂമ്മ, അല്ലെങ്കിൽ അത് ചിലപ്പോ മൊത്തം വെട്ടിക്കളയും. വെട്ടാം. ഇടയ്ക്ക് തോന്നും നിറച്ച് പൊട്ടി പോയിട്ടാ. ഇവിടുന്നൊക്കെ പൊട്ടി പോയിരിക്കുക. മുമ്പൊക്കെ പിടിക്കുമ്പോ ഇത് ഇത്ര ഉണ്ടായിരുന്നതാ, ഇത്ര ഉള്ളു. ആ ചീർപ്പൊന്നും കേട്ട്. മറ്റേ ബിന്ദു പണിക്കർ പറയില്ലേ, ഇതിട്ടാ മുടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഡയലോഗ്? പിടിക്കണം. വെട്ടാണേ. ഓക്കേണേ. ഓക്കെ, കറക്റ്റ് സെറ്റ്. നീങ്ങിക്കിടിനു ഇത്രയും വെട്ടി പോരാ. ഓക്കെ ഓക്കെ. ഇനി ശരിയായില്ലേ? ഇത് നോക്കിയാ മുമ്പേ കറക്റ്റായി നോക്ക്. കറക്റ്റായാ? ഓക്കെ. ഒപ്പാണോ? ഓക്കെ, അടിപൊളി സെറ്റ്. നോക്കിയാ മുമ്പേ ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? ഇനി കുളിക്കാം. കുളിക്കണതല്ല കുളിക്കണതല്ല, കാല് തേച്ച് കുളിക്കണത്. തലയുടെ വെളിച്ചെണ്ണ തുമ്പത്തൊക്കെ പറ്റണം. കണ്ടോ, ഇതാണ് എൻ്റെ അമ്മൂമ്മ. എൻ്റെ അമ്മൂമ്മയുടെ മുടിയാണ്. അപ്പോൾ പകുതിയൊക്കെ പോയിട്ടോ. ചെയ്യാം. കാലിന്റെ അടുത്ത് വരെ മുടി ഉണ്ടായിരുന്ന അമ്മൂമ്മയാണ്. എത്ര 73 വയസ്സായിട്ട് 73 വയസ്സായിട്ട് ഇത് എൻ്റെ അമ്മൂമ്മയുടെ മുടി ഇത്രയുണ്ട്. അപ്പൊ എൻ്റെ മുടിയുടെ രഹസ്യം ചോദിക്കുന്നവർക്ക് കാര്യം മനസ്സിലായില്ല. ഇതാണ് സീക്രട്ട് ചോദിച്ചാൽ വരരുത്. ഇത് പാരമ്പര്യമാണ്. നന്നായിട്ട് ഊരിപ്പോണ്ടിട്ട് അമ്മൂമ്മ. കോളേജിലുള്ളവരൊക്കെ അമ്മൂമ്മയുടെ പിന്നാലെ ആയിരുന്നു. അമ്മയുടെ മുടി വെട്ടാറായിട്ടില്ല. ഞങ്ങൾ അടുത്ത ആഴ്ച അമ്മൂമ്മയുടെ വീട്ടിൽ പോണ ബ്ലോഗ് ഇടാട്ടാ. ഇതാണ് എന്റെ അമ്മൂമ്മയുടെ മുടി. ഇതെന്റെ മുടി ഇത്രയൊന്നും ഇല്ലാട്ടാ. ഈ സമയമാകുമ്പോഴേക്കും എന്റെ മുടിയൊക്കെ ചിലപ്പോ മൊത്തം പോയിണ്ടാവും, മുട്ടയുണ്ടാവും. ഈ വെള്ളമുടിയൊക്കെ പറിച്ചു കളഞ്ഞാലോ? അപ്പൊ പിന്നെ എല്ലാം മനസ്സിലായി. എന്നാലും നോക്കി നീ 73 വയസ്സായിട്ട് ഇത്രയും നല്ല നരച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ അമ്മൂമ്മ കാച്ചിയ വെളിച്ചെണ്ണ വെച്ചിട്ടാണ്
നമ്മൂമ്മ തന്നെ ഒന്ന് എന്തായാലും നനഞ്ഞു കുളിച്ച് കയറാം വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട്. ഇന്ന് സൺഡേ ആയിട്ട് ഇന്ന് മുഴുവൻ ഇതുമില്ലായിരിക്കും. അതെ, ഹെയർ കെയർ ചെയ്യണമെങ്കിൽ ഒരു ദിവസം ഫുള്ള് വേണം എനിക്ക്. അപ്പോൾ ലീവുള്ളൊരു ദിവസം വല്ലപ്പോഴാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞു, ഹെയർ ഓയിൽ കഴിഞ്ഞു കേട്ടാ. അപ്പോൾ ഇനി ഹെയർ ഓയിലിൻ്റെ വീഡിയോ വേണമെന്നുള്ളവർ പറഞ്ഞാൽ നമുക്ക് അമ്മൂമ്മ ഉണ്ടാക്കണ ഹെയർ ഓയിലിൻ്റെ വീഡിയോ ചെയ്യാം. വേണ്ടവർ കമൻറ്റ് ചെയ്തോളൂ. അമ്മൂമ്മക്ക് തേച്ചേരണാ? ആര്? ഞാൻ തേച്ചേരാ അമ്മൂമ്മക്ക്. അമ്മൂമ്മ രാവിലെ തന്നെ അവിടെ നിന്ന് കുളിച്ചിട്ടാ വന്നേ. ഒന്നുകൂടി കുളിച്ചോ? വേദനിക്കണേ. ഇനി നമുക്കൊരു ഹെയർ പാക്കും കൂടി ഇട്ടിട്ട് ഒരു കുളിക്കാം. എന്തായാലും കുളിക്കല്ലേ. അപ്പോൾ ഹെയർ പാക്കിനുള്ള സാധനങ്ങൾ പൊട്ടിക്കാൻ പോകാം. കുറച്ച് ചെമ്പരത്തിയുടെ ഇല, കുറച്ച് തളി. പൂവും വേണം. പൊട്ടിക്കാം. കുറച്ച് ചെമ്പരത്തിയുടെ ഇല, അതായത് കുറച്ച് തളിയുടെ ഇല നോക്കിയിട്ട് ഇങ്ങനെ നല്ല ഇല നോക്കിയിട്ട് എടുക്കാം കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് ഇട്ടത്. നമ്മൾ സ്ഥിരം വീട്ടിൽ വരുന്ന സമയത്തൊക്കെ എനിക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുള്ളൊരു പാക്കാണ്. ഇതൊരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒരു ദിവസം ചെയ്താൽ മതി. നല്ല മുടി ഗ്രോത്തിനും താരനൊക്കെ പോകാനൊക്കെ നല്ലതാണ്. പിന്നെ ഇവിടെ പേരയിലയില്ലേ, പേരയുടെ ഇലയുടെ തളിരില നോക്കിയിട്ട് അതും കുറച്ചിങ്ങനെ പൊട്ടിക്കും. തളിരില തളിരില അതും കുറച്ചെടുക്കുക. അതുപോലെ തന്നെ കാറ്റാർവാഴ ഉണ്ടാണാവോ? പോയാവോ? ഇവിടെ ഉണ്ടാവും, നോക്കാം. അമ്മ ഒരു കത്തി എടുക്കോ? നാനൂസ് ഒരു കത്തി കൊണ്ടുപോവാ. ഒടിഞ്ഞു പോയി. ഒരു വർഷം കൂടി വേണ്ട നല്ലത്. ഒരു കഷ്ണം കൂടി എടുക്കണം. അത് അമ്മ അത് കൊണ്ടുപോയി നമുക്കും തുളസിയുടെ ഇല പൊട്ടിക്കാം. തുളസിയൊക്കെ കരിഞ്ഞു പോയില്ലോ ഈശ്വര. കരിഞ്ഞു പോയി ഗൈസ്. കളയണ്ട, അതിലുണ്ടല്ലോ. അത് പൊട്ടലയാ, നല്ല തളിരില. അവിടെ നിൽക്കുന്നുണ്ട് തുളസി. തളിരില നോക്കി വേണം. അവിടെ പോകുമ്പോ കത്തി എടുത്തോ. അപ്പൊ അമ്മേനെ കത്തിയൊക്കെ ആയിട്ട് പോരുന്നുണ്ട്, കൊണ്ടുപോവാ. തുളസിയൊക്കെ കരിഞ്ഞു പോയി. അതെന്തിട്ടാ? ഇതെന്താ? അത് പ്രഷർ ചീര. അതെന്തിനാ? കായില് ഇത് തോരൻ വെക്കുവോ? തോരൻ അറിയില്ല കേട്ടോ. പ്രഷർ ചീര അല്ലേ അത് അമ്മൂമ്മേ? ഇത് അതെന്തിട്ടാ? പ്രഷർ അതല്ലേ? പ്രഷർ ചീര അല്ലേ? പ്രഷർ ചീര. കാറ്റാർവാഴ വേണേ ഞാൻ മുറിച്ചേരാം. ഞാൻ മുറിച്ചേരാം. ഇത് പിടിക്ക്, ക്യാമറ പിടിക്ക്. എന്താ ഇത് ഇത് വേണോ? വലുതെടുത്തോ? ഇതാ ഇത് ഒടിഞ്ഞതില്ലേ, നടു ഒടിഞ്ഞത്. എന്തായാലും അത് നാശമായി. ഇതോ? അതന്നെ മുറിക്കട്ടെ. ഓക്കെ. അയ്യോ, ജെല്ല് വരുന്നുണ്ടോ? ഓക്കെ, മതി. വാ, ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. ഇവിടെയൊക്കെ നിറച്ച് ചിക്കൻ. സൺഡേ കാരണം അടുക്കളൊക്കെ ആകെ ഫുൾ റഷായി കിടക്കാണ്. ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്. നമ്മുടെ പാക്ക് നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞു വന്നിട്ടുണ്ട് ഗൈസ്. നൈസായിട്ടുണ്ട്. മുടിയുടെ ഉള്ളിലേക്കും ലെങ്ത്തിലൊക്കെ നന്നായി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. എടുത്തരാണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അമ്മൂമ്മ ഇതൊന്ന് തേച്ച് കൊടുക്കും. അപ്പം എനിക്ക് വീഡിയോ എടുക്കേ. ഞാൻ തേക്കാന്നൊക്കെ വിചാരിച്ചു, പക്ഷെ വീഡിയോ എടുക്കാൻ ആള് വേണ്ട. മുടിയിലെ സ്കാൽപ്പിലേക്കും അതുപോലെ ലെങ്ത്തിൽ ഫുള്ളായിട്ട് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്ലൈ ചെയ്ത് തരാൻ ഇതുപോലെ ആളുണ്ടെങ്കിൽ ആളെ കൂടി ചെയ്യിക്കുക, അല്ലെങ്കിൽ സ്വന്തമായി ചെയ്യുക.
എനിക്ക് ആളുള്ളതുകൊണ്ട് ചെയ്യിക്കും. ഇവിടെ വന്നാലല്ല അവിടെ ആയത് തന്നെയാണ്. വാ ഓടി വാ ഓടി വാ. ആ അമ്മൂമ്മയുടെ ആ വീഡിയോ എത്ര 15 ലക്ഷം കൊണ്ട് പേരൊക്കെ കണ്ട്. അമ്മൂമ്മ ഒഴിഞ്ഞു കൊടുക്കണത് 15 ലക്ഷം പേര് കണ്ടുന്ന്. അമ്മൂമ്മ ഒഴിഞ്ഞു കൊടുത്തില്ലേ? ഇത് പിടിക്ക്, ഞാൻ എനിക്ക് വീഡിയോ എടുക്കാനാന്ന്. ഒഴിഞ്ഞിട്ടില്ലേ ഇതൊക്കെ? പിടിച്ചാ ആ ഞാൻ കൈ കേട്ടാ. നോക്കിട്ടെ ആ ഞാൻ പിടിക്കാം. നന്നായി തേച്ചോട്ടാ. ഇനി ഇതൊക്കെ എഴുതി കളയാനാണ് ഗൈസ്. നല്ല പണി. തലേന്ന് പോകാനായിട്ട് കുറച്ച് പാടായിരിക്കും. പിന്നെ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കത് കുടഞ്ഞ് കളയാം. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ഈ ലീവുള്ള ദിവസങ്ങളിലാണ് ഈ വക പരിപാടി ഞാൻ നിൽക്കാറ്. അപ്പോൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത ഹെയർ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഹെയർ കട്ടിൻ്റെ കൂടെ ഒരു ഹെയർ പാക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.